ലൈവിൽ ഇപ്പോ ജിൻഡോ രതീഷിന്റെ മടിയിൽ കിടക്കുകയായിരുന്നു കേട്ടോ. ഫുൾ ലൂക്ക് സ്റ്റോക്സും പിന്നെ ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് ജിൻഡോ രതീഷിനോട് പറയുന്നുണ്ട്, ഈ 100 ദിവസത്തെയും വിഷ്വൽസ് എന്റെ മൈൻഡിലുണ്ട്, വിഷനും വിഷ്വൽസും എല്ലാം എന്റെ മൈൻഡിലുണ്ട്. പുറത്തത് എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് മാത്രം എനിക്ക് അറിയത്തില്ല. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പറയാൻ പറ്റത്തില്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട്. ഉടനെ രതീഷ് പറയുന്നു, നീയും ഞാനും ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിന്റെ വിശ്വാസം തകർത്താലേ അത് നിനക്കല്ല എനിക്കായിരിക്കും നെഗറ്റീവായിട്ട് വരിക എന്നൊക്കെ. പിന്നെ സംസാരം ഡൈവേർട്ട് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ജിൻഡോ എന്ന ഗെയിമറെ പറ്റി പറയുമ്പോൾ പലരും പറയാൻ വിട്ടുപോകുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ ഇത്. പുള്ളി അവിടെ ഉള്ളവരെ എല്ലാവരെയും ഒരു പ്രേക്ഷകനെ പോലെ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ചാരപ്പണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രോളുവെങ്കിലും പുള്ളി അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എതിരാളികളെ നന്നായിട്ട് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ BB മൈൻഡ് ഗെയിം. അതിൽ ജിൻഡോ വളരെ സക്സസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവരുടെ ഈ ഒരു കോംബോ വളരെ രസമുള്ള ഒരു കോംബോ ആണ് കേട്ടോ. ജിൻഡോയും രതീഷും മല്ലയ്യ കോംബോ. പക്ഷെ അവരുടെ വിഷ്വൽസ് ഒന്നും അധികം ആ ഒരു സൗഹൃദം വീഡിയോയ്ക്കകത്തൊന്നും കാണിച്ച പോലെ എനിക്ക് തോന്നിയില്ല. അതെന്താണ് കാണിക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ ഗ്രാൻഡ് ഫിനാലയ്ക്കായിട്ട് വല്ല മാറ്റി വെച്ചിരിക്കുകയോ വല്ലതും ആയിരിക്കും. അതൊക്കെ നല്ല രസമുള്ള ഒരുപാട് മൊമെന്റുകൾ ഉണ്ടായിരുന്നു.